ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും വ്ളോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് റംബുട്ടാൻ ഫ്രൂട്ട്സിൻ്റെ ഗുണങ്ങളെ പറ്റിയും അതിൻ്റെ വിശേഷങ്ങളുമാണ്. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് അഗെയിൻ. പുതുവിളകൾ പരീക്ഷിക്കുന്നതിൽ വളരെ താല്പര്യം കാണിക്കാറുള്ള മലയാളികളായ നമ്മൾ നമ്മുടെ പുരയിടങ്ങളിലും തൊടികളിലും മറ്റും വളർത്തിയിരുന്ന ആദ്യകാല കൃഷി രീതികളിൽ നിന്നും മാറി വിദേശ ഇനങ്ങളിൽപ്പെട്ട പല പഴവർഗ തൈകളും നട്ടുപിടിപ്പിച്ച് വിളവെടുക്കുന്നതിൽ വളരെ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. അത്തരം ഇനത്തിൽപ്പെട്ട ഒരു പഴവർഗമാണ് റംബുട്ടാൻ. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും പ്രചാരമുള്ള ഫലവൃക്ഷങ്ങളിൽ ഒന്നാണ് റംബുട്ടാൻ. കേരളത്തിന്റെ തനതായ കാലാവസ്ഥയിൽ വളരെ വിജയകരമായി കൃഷി ചെയ്ത് വിളവെടുക്കുവാൻ സാധിക്കുമെന്ന് ഇതിനോടകം ഇവിടുത്തെ കർഷകർ തെളിയിച്ചിട്ടുണ്ട്. ട്രോപ്പിക്കൽ കാലാവസ്ഥ നിലനിൽക്കുന്ന എല്ലാ പ്രദേശങ്ങളിലും റംബുട്ടാൻ നന്നായി വളരുന്നു. അന്തരീക്ഷത്തിലെ ഉയർന്ന ആർദ്രതയും ഊഷ്മളമായ കാലാവസ്ഥയുമാണ് പ്രധാന ഘടകങ്ങൾ. എല്ലാത്തരം മണ്ണിലും റംബുട്ടാൻ നന്നായി വളരുമെങ്കിലും നല്ല നീർവാർച്ചയുള്ള മണ്ണാണ് നല്ല വളർച്ചയ്ക്കും മികച്ച വിളവ് ലഭിക്കാനും നല്ലത്. നല്ല സൂര്യപ്രകാശം ലഭ്യമാകുന്ന ചെരിവുള്ള കുന്നിൻ പ്രദേശങ്ങളിൽ മികച്ച വിളവ് പ്രതീക്ഷിക്കാം. നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയും ഭൂപ്രകൃതിയും റംബുട്ടാൻ കൃഷിക്ക് വളരെ യോജിച്ചതാണ്. മുള്ളു പോലുള്ള കായകളുടെ വർണ്ണഭംഗിയാൽ അലങ്കൃതമായ റംബുട്ടാന്റെ ഉൾക്കാമ്പ് പ്രത്യേകതരം സ്വാദിനാൽ വളരെ മാധുര്യമേറിയതാണ്. വിവിധതരം വിറ്റാമിനുകൾ, ധാതുക്കൾ, കാർബോഹൈഡ്രേറ്റുകൾ, മറ്റ് സസ്യജന്യ സംയുക്തങ്ങൾ എന്നീ പോഷകങ്ങളാൽ സമൃദ്ധമാണ് റംബുട്ടാൻ. ഈ പഴത്തിൽ അടങ്ങിയിരിക്കുന്ന നിരവധി ആന്റി ഓക്സിഡന്റുകൾ ശരീരകോശങ്ങളെ ക്യാൻസർ പോലുള്ള രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതായി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. വർഷത്തിൽ 150 മുതൽ 250 സെന്റിമീറ്റർ വരെ മഴ ലഭിക്കുന്ന ഏത് പ്രദേശങ്ങളിലും റംബുട്ടാൻ കൃഷി ചെയ്ത് വിളവെടുക്കുവാൻ സാധിക്കും. ആദ്യകാലങ്ങളിൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കണ്ടിരുന്ന റംബുട്ടാൻ മരങ്ങൾ ഗുണമേന്മ കുറഞ്ഞ നാടൻ ഇനങ്ങളായിരുന്നു. നാടൻ ഇനങ്ങളുടെ പഴങ്ങൾക്ക് രുചി കുറവും അതിൻ്റെ വിത്ത് ഉൾക്കാമ്പിൽ നിന്നും വേർപെടുത്താൻ കഴിയാത്ത തരത്തിലും ഉൾക്കാമ്പ് വളരെ ശുഷ്കിച്ചതും ആയിരിക്കും. എന്നാൽ വിദേശ ഇനങ്ങളിൽ ഉള്ള റംബുട്ടാൻ പഠന വിധേയമാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഗുണമേന്മയുള്ളതും നല്ല വിളവ് ലഭിക്കുന്നതും ചുവപ്പ്, മഞ്ഞ, ഓറഞ്ച് നിറങ്ങളിൽ കാണപ്പെടുന്നതുമാണ്. മലേഷ്യ, ശ്രീലങ്ക, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, തായ്ലാൻഡ് എന്നിവിടങ്ങളിലാണ് ഇത് ധാരാളമായി കണ്ടുവരുന്നത്. റംബുട്ടാന്റെ ജന്മദേശം മലായി ആണ്. റംബൂട്ട് എന്ന മാലായ് ഭാഷയിൽ നിന്നാണ് റംബുട്ടാൻ എന്ന പേര് ലഭിച്ചത്. 7 വർഷം പ്രായമായ മരങ്ങളിൽ നിന്നാണ് നല്ല കായ്ഫലം ലഭിച്ചു തുടങ്ങുന്നത്. പഴങ്ങളിലെ രാജകുമാരി എന്നും ദേവതകളുടെ ഭക്ഷണം എന്നും ഇതിനെ വിശേഷിക്കപ്പെടാറുണ്ട്. റംബുട്ടാൻ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന രാജ്യം തായ്ലാൻഡിലാണ്. ഈ മരത്തിലും ആൺ പെൺ ചെടികൾ കാണപ്പെടുന്നു. ധാരാളം വൈറ്റമിൻ സി അടങ്ങിയ ഈ പഴത്തിൽ കോപ്പർ കണ്ടന്റ് അടങ്ങിയതിനാൽ എല്ലുകളുടെ ആരോഗ്യത്തിനും രക്തയോട്ടം വർദ്ധിപ്പിക്കാനും അനീമിയയും മുടി കൊഴിച്ചിലും തടയാനും നല്ലതാണ്. ചർമ്മ സൗന്ദര്യം സംരക്ഷിക്കാനും ശരീരത്തിൽ നിന്നും വിഷാംശങ്ങൾ നീക്കം ചെയ്യാനും
ഈ പഴം കഴിക്കുന്നതിലൂടെ സാധിക്കും എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഗുണമേന്മയുള്ള നല്ല ഇനം ബഡ് ചെയ്ത റംബുട്ടാൻ തൈകൾ കേരള കാർഷിക വികസന സർവകലാശാല വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അത്തരം തൈകൾ നമ്മുടെ നഴ്സറികളിൽ ലഭ്യവുമാണ്. ജൈവ കൃഷിയോട് നന്നായി പ്രതികരിക്കുന്ന ഒരു വൃക്ഷമാണ് റംബുട്ടാൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറക്കല്ലേ. എന്നാൽ ഞാൻ വിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി എത്തുന്നതാണ്. ഇതുപോലെ നല്ല നല്ല വീഡിയോകളുമായി വീണ്ടും കാണാം. ബൈ ബൈ.